വിക്രമിന്റെ മുത്തുവിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എവിടെയാണ് മുത്തു നമ്മള് ഇന്ന് ഞങ്ങളെ ഒരു പൂരം കാണാൻ വന്നതാ. ഒരു ഹാഫ് ഡേ ലീവ് എടുത്തു. ഞങ്ങള് നേരെ ചെമ്പൂത്ര അമ്പലത്തിൽ വന്നാണ്. അതെ, ഇന്നിവിടെ മകരച്ചൊവ്വ മഹോത്സവമാണ്. സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു. അതെ, അപ്പൊ ഇവിടെ കുറെ ആനകളൊക്കെ വരും. ഒരു 19 ആനെങ്കിലും മിനിമം ഉണ്ടാവും. ഇത്രയും ആനകൾ ഒരുമിച്ച് കാണാനുള്ള ഒരു സാഹചര്യം വളരെ കുറവാണ്. അതെ, ഇനിയുള്ള കാലങ്ങളൊക്കെ ഈ റോബോട്ടിക് ആനകളുടെ കാലമായതുകൊണ്ട് അതെ, കാരണം കേരളത്തിലെ ആനകൾ കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഈ ആനകളൊക്കെ ഒന്ന് കാണാം, പൂരം കാണാം. അതെ, ചെമ്പൂത്ര മകരച്ചൊവ്വ മഹോത്സവം എങ്ങനെയുണ്ടെന്ന് നോക്കിട്ട് വരാം. ഓക്കെ. ചെയ്തിട്ടുള്ള എല്ലാ വാഹനങ്ങളും ഉടൻ തന്നെ ക്ഷേത്രപ്പറമ്പിന്റെ പുറത്തേക്ക് മാറ്റേണ്ടതാണ്. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും മാറാത്തൊരു കാഴ്ചയാണ് അമ്പലത്തിലെ കളിപ്പാട്ടങ്ങൾ വെക്കുന്ന കട. അതിപ്പോഴും അതേപോലെ തന്നെയുണ്ട്. ഇവിടെയും ഇഷ്ടംപോലെ നമ്മൾ കടകളാണ്. നമ്മളൊരു 3 മണിയായപ്പോഴാണ് എത്തിയത്. അതുകൊണ്ട് അധികം ആൾക്കാരൊന്നും അങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മെല്ലെ മെല്ലെ തിരക്ക് കൂടുന്നുണ്ടായിരുന്നു. നാല് ദേശങ്ങളിൽ നിന്നുള്ള ആനകളാണ് വരാനുണ്ടായിരുന്നത്. അതിൽ ആദ്യം വരുന്നത് ഈ ചെമ്പൂത്ര അമ്പലത്തിൽ തന്നെ ആനയായിരുന്നു. അതാണ് ഈ കാണുന്ന ആന. അങ്ങനെ ഇരുന്നപ്പോൾ രണ്ടാമത്തെ ആന വന്നു. എല്ലാ ആനകളും വന്നിട്ട് അമ്പലത്തിൽ കയറി ചുറ്റിയിട്ടാണ് ഈ പറമ്പിലോട്ട് വരിക. ഓരോ ആനകൾ വരുന്നതനുസരിച്ച് അതിൻ്റെ കൂട്ടത്തിൽ അവരുടെ ഫാൻസും ഉണ്ടാവും. ചെണ്ടയും തോരണങ്ങളും കാര്യങ്ങളൊക്കെയായിട്ട് അങ്ങനെ പറമ്പ് മെല്ലെ മെല്ലെ നിറയാൻ തുടങ്ങി. ആനകൾ വന്നു തുടങ്ങിട്ടോ. 5 വന്നു. അത് ഏകദേശം ഒരു 44 വരുന്നതാണ് നമ്മളിവിടെ അന്വേഷണം പറഞ്ഞത്. 5 വന്നിട്ടുള്ളൂ. 5 മണി വരെ വന്നുകൊണ്ടേയിരിക്കും. അതെ, അതിന് മുന്നേ എല്ലാവരും വരും. നല്ല തിരക്കായി തുടങ്ങി. പിന്നെ ഇവിടെ ആംബുലൻസ്, ഫയർ എഞ്ചിൻ എല്ലാം സെറ്റാണ്. അതുകൊണ്ട് ഞങ്ങൾ സെറ്റാണ്.
അതെ, കാരണം ചെറിയ ക്ഷേത്രം, ചെറിയ മൈതാനമാണ്. 44 ആനയ്ക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ നിൽക്കാനുള്ള സ്ഥലമില്ല. കേട്ടോ, വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കേട്ടോ, ബാക്കിലുണ്ടോ ആനകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് നോക്കാം. ക്ഷേത്രവും ഉത്സവപ്പറമ്പും CCTV നിരീക്ഷണത്തിലാണ്. ശ്രദ്ധിക്കുക, ക്ഷേത്രത്തിലും ഉത്സവപ്പറമ്പിലും തിരക്ക് വർദ്ധിച്ചു വരുന്നതിനാൽ തങ്ങളുടെ കൈവശമുള്ള പേഴ്സ്, വിലപിടിപ്പുള്ള ആഭരണങ്ങൾ, മൊബൈൽ എന്നിവ സൂക്ഷിക്കേണ്ടതാണ്. ക്ഷേത്രവും ഉത്സവപ്പറമ്പും CCTV നിരീക്ഷണത്തിലാണ് എന്നിവ സൂക്ഷിക്കേണ്ടതാണ്. ക്ഷേത്രവും ഉത്സവപ്പറമ്പും CCTV നിരീക്ഷണത്തിലാണ്. ശ്രദ്ധിക്കുക, ക്ഷേത്രത്തിലും ഉത്സവപ്പറമ്പിലും തിരക്ക് വർദ്ധിച്ചു വരുന്നതിനാൽ തങ്ങളുടെ കൈവശമുള്ള പേഴ്സ്, വിലപിടിപ്പുള്ള ആഭരണങ്ങൾ, മൊബൈൽ എന്നിവ സൂക്ഷിക്കേണ്ടതാണ്. ക്ഷേത്രവും ഉത്സവപ്പറമ്പും CCTV നിരീക്ഷണത്തിലാണ്. ക്ഷേത്രത്തിലും ഉത്സവപ്പറമ്പിലും തിരക്ക് വർദ്ധിച്ചു വരുന്നതിനാൽ തങ്ങളുടെ കയ്യിലുള്ള വിലപിടിപ്പുള്ള ആഭരണങ്ങൾ, മൊബൈൽ ഫോൺ, പേഴ്സ് എന്നിവ സൂക്ഷിക്കേണ്ടതാണ്. ക്ഷേത്രവും ഉത്സവപ്പറമ്പും CCTV നിരീക്ഷണത്തിലാണ്. ശ്രദ്ധിക്കുക, ക്ഷേത്രത്തിലും ഉത്സവപ്പറമ്പിലും തിരക്ക് വർദ്ധിച്ചു വരുന്നതിനാൽ തങ്ങളുടെ എത്രയും പെട്ടെന്ന് ധരയിൽ പോയി നിൽക്കേണ്ടതാണ്. ക്ഷേത്ര തിരുസന്നിധി അങ്ങനെ കുറേ ആനകൾ വന്നതിന് ശേഷമാണ് ഏറ്റവും അവസാനം നമ്മുടെ കേരളത്തിലെ ഗജരാജൻ എന്നൊക്കെ ഒഴികെ വന്ന പാമ്പാടി രാജൻ്റെ ഒരു സ്പെഷ്യൽ അപ്പിയറൻസ്. അത് 1.5 വരവായിരുന്നു കേട്ടോ. ദേവിയുടെ പന്തളമേറ്റോ വരുന്ന പാമ്പാടി രാജന്റെ ദേവസന്നിധിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രിയപ്പെട്ടത് ദേവിയുടെ കൃത്യം 5 കൂട്ടികളിൽ പാലിക്കുന്നത്
അങ്ങനെ 44 ആന എന്ന് പറഞ്ഞെങ്കിലും അവസാനം 42 ആനകൾ വന്ന് ഫുള്ള് നിരന്ന് നിന്നു. അതുകൊണ്ട് ഇഞ്ചോടിഞ്ച് മുട്ടിയാണ് ഓരോ ആനകളും നിൽക്കുന്നുണ്ടായത്. ഏതെങ്കിലും ഒരു ആന അടഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ നിന്ന് ഓടാൻ സ്ഥലമൊക്കെ നോക്കിയിട്ടാണ് നിന്നത്. എന്നാലും കാണാൻ ഒരു അന്യായ കാഴ്ച തന്നെയായിരുന്നു. ഇത് സത്യം പറഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിനേക്കാളും വലിയൊരു പൂരമാണ്. കാരണം തൃശ്ശൂർ പൂരത്തിൽ 15 എത്ര ആനകളേ ഉള്ളൂ. ഇതിൽ 42-44 ആന എന്ന് പറയുമ്പോൾ അതും ഇത്ര ചെറിയ സ്ഥലത്ത് സത്യം പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു പൂരമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാണുന്നില്ല, ആളെ മനസ്സിലാവൂല. ഒരു വിധത്തിൽ അവിടെ നിന്ന് പുറത്തിറങ്ങി. അതെ, പക്ഷേ നമ്മള് തൃശ്ശൂർ പൂരത്തിന് പോയി അത്ര തിരക്കൊന്നുമില്ല കേട്ടോ. നമുക്ക് സമാധാനപരമായിട്ട് പൂരം കാണാം. ആൻഡ് തൃശ്ശൂർ പൂരത്തെക്കാളും എനിക്ക് ഭീകരമായിട്ട് ഇഷ്ടമായത് 41 ആന ഉണ്ടായിരുന്നു. അതെല്ലാം വരിവരിയായിട്ട് ഒരു പ്രശ്നമില്ല അടുക്കടുക്കായിട്ട് വന്ന് നിൽക്കുന്നത് തന്നെ ഒരു അത്ഭുതമാണ് ശരിക്കും പറഞ്ഞാൽ. ഈ ആനകളൊക്കെ മുട്ടിയാണ് നിൽക്കുന്നത്. ഒരാനയുടെ ചെവി ആട്ടി കഴിഞ്ഞാൽ മറ്റാനയുടെ മേത്തുള്ളൂ. അത്രയും ഈ തിരക്കിന്റെ അകത്ത് ഇതിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നവന്മാർ സംഭവിക്കുന്നത് സംഭവം തന്നെ. നമ്മൾ വിചാരിക്കും അതിപ്പോ ഒന്ന് അനങ്ങി കഴിഞ്ഞാൽ എല്ലാം പ്രശ്നമാകും. അതെ, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. സംഭവം സെറ്റാണ്. കാരണം ഇത്ര ആനകൾ ഒരുമിച്ച് കാണുക എന്നുള്ളത് ചെറിയ കാര്യമില്ല. പ്രത്യേകിച്ച് ഈ നെറ്റിപ്പട്ടൊക്കെ കെട്ടി അതെ. അപ്പൊ ഏകദേശം ഇനി എന്തോ ഒരു 3-4 ആന കൂടി വരാനുണ്ട്. ഞങ്ങളൊരു 41-42 വരെയേ കണ്ടുള്ളൂ. 44 ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് തിരിച്ച് എറണാകുളത്ത് എത്തേണ്ടത് കൊണ്ട് പെട്ടെന്ന് തിരിച്ചു. അതെ, 6 മണിയായി. ചെമ്പൂത്ര മകരച്ചുവ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഇനി അടുത്തത് മിക്കവാറും രണ്ടുപേരും സന്യാസിമാരാവുന്ന തോന്നല. ഇവറ്റ പണ്ട് കാലത്ത് പറയില്ലേ, തിണ്ണ നിരങ്ങികൾ പൂരപ്പറമ്പ് നിരങ്ങികൾ എന്നൊക്കെ വന്ന് മറ്റേ പണ്ട് കാലത്ത് നമ്മളെ ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് വരുന്നില്ല, അതുപോലെ ഇപ്പൊ ജോലി കട്ട് ചെയ്ത് പൂരത്തിന് പോവാ. കാണേണ്ട സംഭവം കേട്ടോ, കടലിന് നഷ്ടമാവും അല്ലേ. ഞാന് മുത്തു പറഞ്ഞപ്പോഴേക്കും ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഇത്രയും ആനകൾ ഒരുമിച്ച് നിൽക്കാന്ന് പറഞ്ഞാൽ അത് വലിയ സംഭവം തന്നെയാണ്. ഞങ്ങളൊരു 3 മണിയൊക്കെ ആയിപ്പോ എത്തി. അപ്പൊ നോക്കുമ്പോ ആകെ ഒരു ആന ഉണ്ടായുള്ളൂ. അപ്പൊ എനിക്കൊരു ഡൗട്ടായി, ഞാൻ അവസാനം ഒരാനേനെ വെച്ച് ഈ വർഷം ഇവർ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന്. കാരണം ഈ കോവിഡും പ്രശ്നങ്ങളൊക്കെ ആണല്ലോ. പക്ഷെ ഓരോരോ ആന വരുമ്പോഴും ആദ്യമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു എണ്ണി, പിന്നെ ഓരോന്ന് വരുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല, കൗണ്ട് ചെയ്യാൻ പറ്റില്ല. തിരിഞ്ഞു നോക്കുമ്പോ ഒരെണ്ണം നിന്നെടുത്ത് 4 അതെന്ന് ഇടയിൽ കയറും. അവർക്ക് എല്ലാവർക്കും ഒരേ പൊസിഷൻ ഉണ്ട് നിൽക്കാനായിട്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ പതുക്കെ തിരിച്ച് കാറിന്റെ അവിടേക്ക് നടക്കട്ടെ. ഓക്കെ.
കാരണം ആനയൊക്കെ നല്ല രീതിയിൽ സർട്ടിഫൈഡൊക്കെ നോക്കിയിട്ടൊക്കെ ആയിരിക്കാം. എന്താണോ ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് പൂരം കണ്ട് തൃപ്തിയായി ഹാപ്പിയായി തിരിച്ച് കൊച്ചിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇന്നത്തെ ദിവസം അങ്ങനെ ഹാപ്പി ആയിട്ട് തീർന്നു. ഹാഫ് ഡേ ഉഷാറായിട്ട് നല്ല സന്തോഷത്തോടെ തീർന്നു. ഇനിയിപ്പോ തിരിച്ച് കൊച്ചിയിലോട്ട് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം അല്ലേ? മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ.